ഇന്ന് മാവേലിക്കര ബുദ്ധമണ്ഡപത്തിൽ നിന്നുകൊണ്ട് ഈ വേദിയിൽ സംസാരിക്കുവാൻ ഒരു അവസരം തന്നത് 2014-13 കാലഘട്ടങ്ങൾ കാസർഗോഡ് മണ്ണിൽ നിന്നും രണ്ട് ചെറുപ്പക്കാരെന്ന് പറയാം. ഇന്നൊരു വയസ്സായിട്ടില്ല, ഇന്നും ചെറുപ്പക്കാർ തന്നെയാണ്. രണ്ട് ചെറുപ്പക്കാർ വിവിധ ജില്ലകളിൽ സഞ്ചരിച്ച് പത്തനംതിട്ട ജില്ലയിൽ എത്തുകയും തിരുവനന്തപുരം ജില്ലയിലെ ആശാ സ്മാരകത്തിൽ നിന്ന് കണ്ടുമുട്ടി അവിടെ നിന്നുകൊണ്ട് തുടങ്ങിയ ഒരു ധമ്മ പ്രവർത്തന ചിന്തയായിരുന്നു എന്നെ ഇന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ഇന്ന് എത്തിക്കാനുള്ള കാരണവും അവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആശംസ പ്രസംഗവും അവർക്ക് കൊടുക്കേണ്ടത് അവർക്കാണ്. ഭഗവാൻ ബുദ്ധൻ്റെ അടുത്തേക്ക് എത്തുവാൻ പല മാർഗങ്ങളുണ്ട്. ഞാൻ 2013 മുതൽ ബാക്കിലോട്ട് എടുത്തു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ധമ്മമോ യാതൊരു ചിന്തകളും തന്നെ ഇല്ലാതെ വിവിധ സംഘടനകളിൽ മനുഷ്യാവകാശത്തിന് വേണ്ടി പോരാടി ജീവിച്ചു വന്നൊരു മനുഷ്യനായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തിരുവനന്തപുരം ആശാ സ്മാരകത്തിൽ വെച്ച്, കുമാരനാശാ സ്മാരകത്തിൽ വെച്ച് ബുദ്ധിസം അംബേദ്കറിസം എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുവാൻ കാസർഗോഡ് മണ്ണിൽ നിന്നും രണ്ട് യുവ ചെറുപ്പക്കാർ ആ മണ്ണിലേക്ക് വരികയും അവരിൽ നിന്നുകൊണ്ടാണ് ഞാൻ അംബേദ്കറിസവും ബുദ്ധിസവും പഠിക്കുകയും അവിടെ നിന്നുകൊണ്ട് 2015 നവംബർ മാസം 22-ാം തീയതി ഞങ്ങൾക്ക് നമ്മുടെ ബഹുമാനായ ഒരു പന്തേച്ചി, ആ പന്തേച്ചിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് ദീക്ഷ തരികയും അതിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങിക്കൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്നത്. ഇന്ന് ഞാൻ ഈ ധമ്മപദയാത്രയുടെ 6ാം വാർഷികത്തിൻ്റെ ഈ ദിവസം ഞാൻ ആ രണ്ട് മഹാവ്യക്തികളെ വിളിച്ചു. ഒരു വ്യക്തിക്ക് ജോലിയുടെ തിരക്കായതുകൊണ്ട് വരാൻ പറ്റില്ല, ഒരു വ്യക്തി വരും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഇവിടെ എത്തി. എൻ്റെ ധമ്മപദയാത്രയുടെ വിജയം അതായിരുന്നു. എൻ്റെ വിജയം അതാണ്. അവിടേക്ക് എത്തുകയാണ്. ആരാണോ എൻ്റെ കയ്യിലേക്ക് ധമ്മം കൊണ്ട് എത്തിച്ചത് അവരെ എത്തുകയാണ്. ഞാൻ വിളിച്ച്, സാറേ വരണം, വന്നേ പറ്റൂ, നിങ്ങളെ കണ്ടിട്ട് ഒത്തിരി നാളായി, കണ്ടേ പറ്റൂ. അങ്ങനെ വന്നു. ഞാൻ ധമ്മപദയാത്ര കഴിഞ്ഞു, ഇവിടെ വന്ന് പ്രേയർ കഴിഞ്ഞു. അത് കണ്ടപ്പോഴേക്ക് എനിക്ക് വളരെ സന്തോഷമായി. സന്തോഷം മാത്രമല്ല, മനസ്സിൽ ഞാൻ കരയുകയാണ്. അത്രയും ഒരു മഹാവ്യക്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഇന്ന് ഇവിടെ എന്നെ എത്തിച്ചത്. ആ പുണ്യപ്രവർത്തനം ചെയ്ത ആ രണ്ട് മഹാവ്യക്തികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ ജോലി സ്ഥലങ്ങൾക്കും അവർക്ക് നല്ലതുണ്ടാവട്ടെ, അതുപോലെ തന്നെ ദീർഘായുസ് ഉണ്ടാവട്ടെ. ഭഗവാൻ ബുദ്ധൻ്റെ പേരിലും ധമ്മത്തിൻ്റെ പേരിലും അവർക്ക് പ്രകൃതി അവർക്ക് എല്ലാവിധ മംഗളങ്ങളും നൽകട്ടെ. നമ്മളിന്ന് ഈ ധമ്മപദയാത്രയിൽ പങ്കെടുത്ത എൻ്റെ അനുഭവം അതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഇന്ന് എനിക്ക് ഈ വേദിയിലേക്ക് ഇത്രയും അവസരത്തിൽ എത്തിക്കുവാൻ വേണ്ടി വന്ന വഴി മറക്കാതെ, ആ വന്ന വഴിയിൽ നിന്നുകൊണ്ട് എന്നെ വഴി കാണിച്ചു തന്ന, എനിക്ക് നല്ലൊരു ജീവിതമാർഗം വഴി കാണിച്ചു തന്ന ആ മഹാവ്യക്തിയെ, രണ്ട് വ്യക്തികളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെ ഞാൻ ഓർക്കുക തന്നെ ചെയ്യും. ഇന്ന് ഞാൻ ഈ ലെവലിലും എൻ്റെ കുടുംബവുമായിട്ടും ഇന്ന് ഈ ലെവലിൽ എത്തുവാനുള്ള ആ രണ്ട് വ്യക്തികളാണ്. ആ രണ്ട് വ്യക്തികൾക്കും വളരെ മംഗളമുണ്ടാവട്ടെ, സുഖകരമായ ജീവിതം ഉണ്ടാവട്ടെ, അവർക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. ഇനിയും ഞങ്ങൾക്ക് പ്രചോദനം തരുവാൻ വേണ്ടി അവർ റിട്ടയർഡ് ആയതിനു ശേഷം ഞങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നമോ ബുദ്ധായ. ജയ്.